ചോളപ്പൊടി കൊണ്ടൊരു പുട്ട് തയ്യാറാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 ഗ്ലാസ് ചോളപ്പൊടി എടുത്തിട്ടുണ്ട്. പാക്കറ്റ് പൊടിയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നനച്ചെടുക്കാം കേട്ടോ. നമ്മൾ അരിപ്പൊടി നനയ്ക്കുന്ന പോലെ നനയ്ക്കരുത്. കുറേശ്ശെ വെള്ളമൊക്കെ കുടഞ്ഞ് വേണം നനച്ചെടുക്കാം. കാരണം ചോളപ്പൊടി എന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു 5-10 മിനിറ്റ് എടുത്ത് സാവകാശം ഇതൊന്ന് വെള്ളമൊക്കെ തളിച്ചൊന്ന് നനച്ചെടുക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയും പൊടിയും കൂടെ വീണ്ടും 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു കുക്കറിലേക്ക് ഒരു 2-3 ഗ്ലാസ് വെള്ളം കേട്ടോ, ഒരു 3 ഗ്ലാസ് വെള്ളം മതി. അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പത്ത് വെക്കുമ്പോൾ തിളച്ച് വരുമ്പോൾ അതിൻ്റെ ആവി വരില്ല. അപ്പോൾ നമ്മൾ വിസിൽ വെക്കേണ്ട ആവശ്യമില്ല. ആ ആവി വരുന്ന സമയത്ത് നമുക്ക് ഈ പുട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം. ചിരട്ടയിലാണ് ഞാൻ പുഴുങ്ങുന്നത്. അപ്പോൾ ചിരട്ടയിലേക്ക് പൊടിയൊക്കെ നിറച്ച് കൊടുക്കണം. ഒരുപാട് കുത്തി നിറയ്ക്കരുത് കേട്ടോ, കാരണം പുട്ട് പിന്നെ വെന്ത് കിട്ടത്തില്ല. എല്ലാ സ്ഥലത്തും ആവിയൊക്കെ വരണം. അതിനാണ് കുറച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ തേങ്ങയും കൂടെ ഒക്കെ അതിനകത്തൊന്ന് നിരത്തി കൊടുത്തിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് മതി കേട്ടോ. ആ ആവിയിൽ വെച്ച് നമ്മൾ ചിരട്ടപ്പുട്ട് അതിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് 4 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പുട്ട് റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റിയുള്ളൊരു പുട്ടാണ് കേട്ടോ ചോളപ്പുട്ടെന്ന് പറയുന്നത്. അപ്പോൾ തയ്യാറാക്കി നോക്കണം. വീഡിയോ ഒന്ന് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ.